ടു സാൻവി PSC ടിപ്സ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 4ാമത്തെ പാർട്ടാണ്. 3 പാർട്ടുകളുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. പിന്നെ അതൊരു വെറുതെ കാണാതെ എക്സാം പോലെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ആൻസർ നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. പിന്നെ അതിന് ശേഷം എന്നും പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഫാക്ട്സും റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുക. അപ്പോൾ നമുക്കൊരു മറന്നും പോകത്തില്ല, നമുക്കതൊരു എക്സാമും ആവും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ലാലാ ലജ്പത് റായ്, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ദാദാഭായ് നവറോജി. ആൻസർ നിങ്ങൾ എഴുതിയിട്ട് നോക്കുക. ആൻസർ ദാദാഭായ് നവറോജി. ഇനി നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഹെയോ ഹ്യൂം, ദിൻഷ, എഡുൽജി വാച്ച എന്നിവരോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് ചോർത്തിക്കൊണ്ടു പോകുന്നതിനെ പറ്റി വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര്? ദാദാഭായ് നവറോജി, സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, മഹാദേവ ഗോവിന്ദ റാനഡെ. ആൻസർ എഴുതുക, നോക്കുക. ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരായി രൂപീകരിക്കപ്പെട്ട ആര്യ സമാജ സ്ഥാപകനാണ് മൂലാശങ്കർ എന്ന ദയാനന്ദ സരസ്വതി. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നുമാണെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആഹ്വാനം ചെയ്തതും ഇദ്ദേഹം തന്നെ. ഈ പോയിന്റ്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇതൊക്കെ ഒരുപാട് തവണ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 1860 മധുരയിൽ വെച്ച് സ്വാമി വിരജാനന്ദ സരസ്വതിയെ ഗുരുവായി സ്വീകരിച്ചു. ഇദ്ദേഹമാണ് മൂലാശങ്കറിന് ദയാനന്ദ് എന്ന പേര് നൽകിയത്. ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ചാതുർവർണ്ണയത്തിനും വിഗ്രഹ ആരാധനയ്ക്കും ശൈശവ വിവാഹത്തിനുമെതിരായി പ്രബോധനങ്ങൾ നടത്തി. വേദശാസ്ത്രവും സാങ്കേതിക ശാസ്ത്രവും തമ്മിലുള്ള ഏകോപനത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അതിനായി ബോധവൽക്കരണങ്ങൾ അദ്ദേഹം നടത്തി. അപ്പോൾ ഈ റിലേറ്റഡ് ഫാക്ട്സൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1ാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം വഹിച്ചത്? നാനാ സാഹിബ്, റാണി ലക്ഷ്മിഭായ്, ബീഗം ഹസ്രത് മഹൽ, ബഹദൂർ ഷാ രണ്ടാമൻ. ആൻസർ നാനാ സാഹിബ്. 1857 കലാപത്തിൻ്റെ നേതാക്കൾ? ദില്ലി ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ, ബീഹാർ കൻവർ സിംഗ്, ജഗദീഷ്പൂർ കൻവർ സിംഗ്, ഗ്വാളിയോർ ലക്ഷ്മിഭായ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, അസം ദിവാൻ മണിറാംപുട്ടി, കാൺപൂർ നാനാ സാഹിബ്, ലക്നൗ ബീഗം ഹസ്രത് മഹൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വയ്ക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം? നറോറ, കക്രപ്പാറ, കൈഗ, താരാപൂർ. ആൻസർ താരാപൂർ. 1969 മഹാരാഷ്ട്രയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമായിരുന്നു താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറായി അപ്സര സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ടോംബയിലാണ്. 1956 അപ്സര സ്ഥാപിച്ചത്. 1957 പ്രവർത്തനം ആരംഭിച്ചു. 2000 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശേഷിയുള്ള ആണവ നിലയമാണ് തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം? ലാഹോർ സമ്മേളനം, സൂററ്റ് സമ്മേളനം, കൊൽക്കത്ത സമ്മേളനം, ബോംബെ സമ്മേളനം. ആൻസർ ബോംബെ സമ്മേളനം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനം. 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സ്ഥലം ഗോവാലിയ ടാങ്ക് മൈതാനം, ബോംബെ. ഇപ്പോൾ ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി, പള്ളിവാസൽ, ശിവസമുദ്രം പദ്ധതി, മണിയാർ. ആൻസർ കുറ്റ്യാടി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഇതൊന്ന് വായിച്ചു വയ്ക്കുക, അതുപോലെ മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.